അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സേമിയയും പാലും റവയും കൊണ്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. എല്ലാവർക്കും കഴിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് മുകളിൽ സേമിയ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് മുതൽ ഒരു 1/2 കപ്പ് വരെ നമുക്ക് സേമിയ എടുക്കാവുന്നതാണ്. സേമിയ നമുക്കിനി ഒന്ന് വേവിച്ചിട്ടെടുക്കണം. വറുക്കൊന്നും വേണ്ട, അല്ലാതെ തന്നെ വേവിച്ചാൽ മതി. ഈ ഒരു പാത്രത്തിൽ ഒരു 2 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്തിട്ട് വെള്ളം നന്നായിട്ടൊന്ന് ചൂടാക്കുകയാണെങ്കിൽ സേമിയ ഒരുപാട് അങ്ങ് ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ വെള്ളം ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സേമിയ ഒരുപാട് വേവിക്കരുത്, ഒരു 1/4 ഭാഗത്തോളം നമുക്ക് വെന്ത് കിട്ടിയാൽ മതി. അതുകൊണ്ട് നമ്മളൊരു 1/4 ഭാഗത്തോളം വേവാകുമ്പോഴത്തേക്ക് ഇതിനകത്തുനിന്ന് എടുക്കേണ്ടതാണ്. അപ്പോൾ ഇതൊരു 1/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് കളഞ്ഞിട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 പഴമാണ്. ഞാനിപ്പോൾ ഇവിടെ റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നമുക്ക് നേന്ത്രപ്പഴം വേണമെങ്കിൽ 2 എടുക്കാവുന്നതാണ്. പഴം ഞാനിതുപോലെ ചെറിയതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ സേമിയ ഇട്ട് കൊടുക്കാം. സേമിയയും പഴം ഉപയോഗിച്ച് മാത്രമാണെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ ആപ്പിൾ ചെറിയതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ മാതള നാരങ്ങയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്കിന് പകരം നമുക്ക് പഞ്ചസാര വേണമെങ്കിലും ഒരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. കൂടാതെ 1 ടേബിൾ സ്പൂൺ അളവിൽ റോസ് സിറപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് റോസ് സിറപ്പാണ്. റോസ് സിറപ്പ് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇവയെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ല പോലെ തന്നെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. സേമിയ ആണെങ്കിൽ ഒട്ടും തന്നെ കട്ടയൊന്നും പിടിച്ചിട്ടില്ല. നമ്മളൊരു 1/4 ഭാഗത്തോളം വേവിച്ചെടുത്തുള്ളായിരുന്നു. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ റവയാണ്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ ഞാനൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 4 കപ്പ് എന്ന് പറയുമ്പോൾ 1 ലിറ്റർ പാലുണ്ട്. പാലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ചൊരു മധുരത്തിൻ്റെ കുറവുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ റവയുടെ ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇതുപോലെ ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. റവയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയതായിട്ട് നമുക്ക് ഈ പാലൊന്ന് കുറുകി കിട്ടണം. ഏകദേശം പാലൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അത്യാവശ്യം തന്നെ നമുക്ക് ഇവിടെ നിന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. നമ്മൾ ചെറിയതായിട്ടൊന്ന് കുറുക്കിയെടുത്ത പാലിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കൂടാതെ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനെ നന്നായിട്ട് തന്നെ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിവിടെ നല്ല പോലെ തന്നെ ഞാനൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇത് കുറച്ചും കൂടെ നമുക്ക് നല്ലൊരു ക്രീമി ആയിട്ടുള്ളൊരു പരുവായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും സേമിയ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള നട്ട്സോ അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ചെറിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് ചെറി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. സേമിയയും ചേർത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ഫ്രൂട്ട് സലാഡ് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇതിൽ നമ്മൾ റോസ് സിറപ്പ് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ തന്നെ അറിയിക്കുക. പിന്നെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ലൊരു വിഭവമായിട്ട് കാണാം.